നമസ്കാരം. ന്യൂസ് 3യിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പതിവ് പോലെ ഒരു അതിഥിയുണ്ട്. നിങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട സീരിയൽ താരം ധനിഷ ബിനിസ് ആണ് നമുക്കൊപ്പം ഇന്ന് അതിഥിയായി ചേരുന്നത്. ധനിഷയുടെ വിശേഷങ്ങളിലേക്ക് വരാം. അതിനു മുൻപ് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കൊന്ന് വളരെ വേഗം പോയി വരാം. പോലീസ് അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ച് നിയമസഭയിലേക്ക് KSU പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. പോലീസ് പലതവണ ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകർ പോലീസിന് നേരെ കല്ലെറിഞ്ഞു. പാളയത്ത് റോഡ് ഉപരോധിച്ച പ്രതിഷേധക്കാർ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തുകയാണ്. അകത്തോട്ട് കയറണ്ട, വെളിയിൽ നിന്നില്ലേ കൊണ്ടുവരുമല്ലോ. ഒരു സൈഡിൽ അരണേ ഏതെങ്കിലും തരത്തിൽ ഫ്ലക്സ് തകർത്ത് മാത്രമേ പോയിരുന്നുള്ളൂ. പോലീസ് ഇത്രയും ആക്ട് ചെയ്യില്ലായിരുന്നു. പക്ഷേ കൂടുതൽ വിവരങ്ങളുമായി സാരംഗ് സുധാകരൻ ചേരുകയാണ്. സാരംഗ്, ഇപ്പോൾ പോലീസ് നടപടിയെടുത്തിരിക്കുന്നു. അവിടെ നിന്ന് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ദൃശ്യങ്ങൾ കണ്ടു. ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ എങ്ങനെയാണ്?
ഇപ്പൊ ഈ നിയമസഭയുടെ മുൻപിൽ നിന്നും പ്രവർത്തകർ സംഘടിച്ചുകൊണ്ട് ഈ പ്രകടനം നടത്തി സെക്രട്ടേറിയറ്റിന് മുൻപിലേക്ക് എത്തുകയും അതിക്രമിച്ച് കടക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ ഇവിടുന്ന് അറസ്റ്റ് ചെയ്ത് നീക്കിയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. പ്രവർത്തകരെ മുഴുവനായി ഇവിടുന്ന് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. സമര ഗേറ്റിന് മുൻപിൽ തമ്പടിച്ചതിന് ശേഷം അവിടെ നിന്നും സെക്രട്ടേറിയറ്റിന്റെ പല ഭാഗങ്ങളിലൂടെ അകത്തേക്ക് ഇരച്ചു കയറാൻ ശ്രമിച്ച പ്രവർത്തകരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കുന്നത്. മാത്രമല്ല വനിതാ പ്രവർത്തകരെ അടക്കം ഇവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വളരെ ചുരുക്കം പ്രവർത്തകർ മാത്രമേ ഇവിടെ ഇപ്പോൾ ബാക്കിയുള്ളൂ. ബാക്കി എല്ലാ പ്രവർത്തകരെയും പോലീസ് ഇത്തരത്തിൽ ശ്രമകരമായാണ് ഇവിടുന്ന് അറസ്റ്റ് ചെയ്ത് മാറ്റിയത്. മാത്രമല്ല നമുക്കറിയാം നിയമസഭയ്ക്ക് മുന്നിലെ പലതവണ പ്രകോപനപരമായ ഈ നടപടികൾ പ്രവർത്തകർ സ്വീകരിച്ചിരുന്നു. ഇത്തരത്തിൽ ലാത്തി വീശുന്നൊരു സന്ദർഭത്തിലേക്ക് അടക്കം എത്തിയെങ്കിലും പോലീസ് സംയമനം പാലിച്ചു നിൽക്കുകയായിരുന്നു. പക്ഷേ അവിടെ നിന്നും സംഘടിച്ചെത്തിയ പ്രവർത്തകർ പിന്നീട് നേരെ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് എത്തുകയായിരുന്നു. പലതവണ നിയമസഭയ്ക്ക് മുന്നിൽ വെച്ച് ഇത്തരത്തിൽ ജലപീരങ്കി പ്രയോഗിക്കുകയും മാത്രമല്ല പോലീസിന് നേരെ ചീമുട്ടയും കല്ലും എറിയുന്ന സാഹചര്യമുണ്ടായിരുന്നു. മാത്രമല്ല ഈ ഫ്ലക്സുകൾ കീറി അതിന്റെ മരക്കഷ്ണങ്ങളും മറ്റും പോലീസിന് നേരെ എറിയുന്നു. പലവിധ വസ്തുക്കൾ പോലീസിനെ നേരെ ആക്രമണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. അത്തരത്തിൽ 10-15 തവണ ഈ ജലപീരങ്കി ഉപയോഗിച്ചതിന് ശേഷമാണ് ഈ പോലീസ് ഈ സെക്രട്ടേറിയറ്റിന് മുൻപിലേക്ക് ഇത്തരത്തിൽ പ്രവർത്തകർ സംഘടിച്ചെത്തിയത്. ഇപ്പോൾ ഘട്ടഘട്ടമായി ഈ പ്രവർത്തകർ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കുന്നു. നിരവധി പോലീസ് സന്നാഹം ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. പ്രവർത്തകർ ഇവിടെ എത്തുന്നതിനനുസരിച്ച് തന്നെ പോലീസും ഈ ഭാഗത്തേക്ക് നിലയുറപ്പിച്ചിരുന്നു. ആദ്യം ഇത്തരത്തിൽ പ്രതിഷേധം നിയമസഭയ്ക്ക് മുൻപിൽ മാത്രമെന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ അവിടെ നിന്നും പെട്ടെന്ന് പ്രവർത്തകർ അവിടെ അതിക്രമിച്ച് കടക്കാൻ കഴിയാത്ത സാഹചര്യമായതുകൊണ്ട് അവിടെ നിന്നും പ്രവർത്തകർ ഉടനടി തൊട്ടടുത്തുള്ള സെക്രട്ടേറിയറ്റിലേക്ക് എത്തുകയും അതിനകത്ത് സാധാരണ രീതിയിൽ സമരഗേറ്റിന് മുൻപിലാണ് പ്രവർത്തകർ സമരം നടത്തുകയും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകാറ്. പക്ഷേ അതിൽ നിന്ന് വിപരീതമായി പ്രവർത്തകർ പല ഭാഗങ്ങളിൽ ചിന്നിച്ചിതറി ഇത്തരത്തിൽ ഈ മറ്റ് പല ഭാഗങ്ങളിലേക്കും അതായത് സെക്യൂരിറ്റി ഹൈ സെക്യൂരിറ്റി ഏരിയ ആയിട്ടുള്ള പല ഭാഗങ്ങളിലേക്കും അതിക്രമിച്ച് കയറാനുള്ള ശ്രമം നടത്തിയപ്പോഴാണ് പോലീസ് ലാത്തി വീശിയതും ഇത്തരത്തിൽ കായികമായി പ്രവർത്തകരെ ഇവിടെ നിന്ന് മാറ്റേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. അതായത് സെക്രട്ടേറിയറ്റിനകത്തേക്ക് കയറുന്നതിന് തൊട്ടു മുൻപാണ് ഈ പ്രവർത്തകരെ ഇവിടെ അറസ്റ്റ് ചെയ്തത്. അത്രയും നേരം പോലീസ് സംയമനം പാലിച്ചിരുന്നു. പലതവണ ജലപീരങ്കി ഉപയോഗിച്ചു. 2 ലെയറായി ബാരിക്കേഡുകൾ തീർത്തുകൊണ്ടായിരുന്നു ഇത്തരത്തിൽ നിയമസഭയ്ക്ക് മുൻപിൽ പ്രവർത്തകരെ പോലീസ് നേരിട്ടത്. മാത്രമല്ല 2 ജലപീരങ്കിയും നിരവധി പോലീസുകാരും പോലീസ് സന്നാഹവും ഈ നിയമസഭയ്ക്ക് മുൻപിലായിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് മറികടക്കാൻ പറ്റാത്ത വിധം പോലീസ് പ്രതിരോധം സൃഷ്ടിക്കുകയും പോലീസിനെ പ്രകോപന രീതിയിൽ, അതായത് കെ മുരളീധരന്റെ വാക്കുകൾ തന്നെ നമുക്ക് വ്യക്തമാണ് ഈ ഒരു പോലീസ് കിരാത നടപടിക്കെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെടുന്നതിനൊപ്പം തന്നെ ഇത്തരത്തിൽ പോലീസിന്റെ അതിക്രമങ്ങളെ പുറത്തുവെച്ച് നേരിടും. ഇത്തരത്തിൽ ഒളിവിൽ പോയ പോലീസുകാരെ പുറത്തു കൊണ്ടുവരാനുള്ള നടപടികൾ സ്വീകരിക്കും. മാത്രമല്ല ഈ ഒരു പിണറായി വിജയൻ അതായത് മുഖ്യമന്ത്രിക്കെതിരെ അടക്കം പ്രകോപനപരമായ ഇത്തരത്തിലുള്ള വാക്കുകൾ അദ്ദേഹം ഉപയോഗിച്ചിരുന്നു. അതിനുശേഷമാണ് പ്രവർത്തകർ കൂടുതൽ അക്രമാസക്തമായ രീതിയിൽ പോലീസിന് നേരെ ഇത്തരത്തിൽ കല്ലെറിയുകയും ചീമുട്ട അടക്കം എറിയുന്ന ഒരു സാഹചര്യം വന്നത്. പോലീസിന് ഇതിനൊപ്പം തന്നെ അധിക്ഷേപകരമായ മുദ്രാവാക്യം വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും പോലീസിനെ പ്രകോപിപ്പിക്കുക. സുധാകരനാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. നമ്മൾ ഇനി അതിഥിയിലേക്ക് പോവുകയാണ്. ബിഗ് ബോസ് സീസൺ 7 ചൊല്ലി പ്രേക്ഷകർക്കിടയിൽ ചൂടേറിയ ചർച്ചകൾ നടന്നു വരുന്ന സമയമാണ്. ആദില നൂറ പങ്കാളികളുമായി ബന്ധപ്പെട്ട് മറ്റൊരു മത്സരാർത്ഥി ലക്ഷ്മി ഉയർത്തിയ പരാമർശവും അതിനോട് മോഹൻലാലിന്റെ രൂക്ഷമായ പ്രതികരണങ്ങളും ഒക്കെ ചർച്ചയ്ക്ക് വഴിമരുന്നിട്ടു. ബിഗ് ബോസ് കുടുംബ പ്രേക്ഷകരെ ഇൻഫ്ലുവൻസ് ചെയ്യുമോ? അതുപോലെ തന്നെ ഈ പുതിയ കാലഘട്ടത്തിൽ TV സീരിയലുകൾ കുടുംബ പ്രേക്ഷകരെ സ്വാധീനിക്കുന്നുണ്ടോ? ഈ വിഷയം ഉൾപ്പെടെ പരിശോധിക്കുകയാണ് ഇന്ന് ന്യൂസ് 3. ഒപ്പം സീരിയൽ രംഗത്തെ പുത്തൻ പ്രവണതകളെക്കുറിച്ചും സാധ്യതകളെക്കുറിച്ചും നമുക്ക് ചോദിക്കാം. പ്രേക്ഷക പ്രീതിയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന സീരിയലുകളിലൊന്നാണ് പത്തരമാറ്റിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ധനിഷ ബിനിസാണ് ഇന്ന് നമുക്കൊപ്പം അതിഥിയായി ചേരുന്നത്. ധനിഷ, സ്വാഗതം ന്യൂസ് 3ലേക്ക്. നമസ്കാരം. വലിയ സന്തോഷം. ഒപ്പം സീരിയലിനെ സംബന്ധിച്ച് ഇപ്പോൾ ഒരുപാട് കുടുംബ പ്രേക്ഷകരുണ്ട്. സീരിയലിൻ്റെ ഒരു യാത്രയിൽ വലിയ മാറ്റമൊക്കെ വന്ന കാലം കൂടിയാണിത്. പത്തരമാറ്റ് എങ്ങനെ പോകുന്നു മുന്നോട്ട്? വളരെ നന്നായിട്ട് പോകുന്നു. ഇപ്പോൾ നമ്പർ 1 സീരിയലാണ് നമ്മുടെ പത്തരമാറ്റ്. ജനങ്ങൾ ഭയങ്കര ആകാംക്ഷയോടുകൂടി പത്തരമാറ്റ് കാണാനായിട്ടിരിക്കുകയാണ്. അതിൽ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞാൻ അഭിമാനിക്കുന്നു. അതെ, തീർച്ചയായിട്ടും. എനിക്കൊന്ന് ധനിഷ അതിലൊരു നെഗറ്റീവ് റോളിലാണ് വരുന്നത്. പക്ഷേ ഈ നെഗറ്റീവ് റോൾ പോസിറ്റീവ് റോൾ എന്നതിനപ്പുറം സീരിയല് പ്രേക്ഷകർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് പേര് അതിൻ്റെ ആരാധകരായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്ഥിരം കാണുന്ന നിങ്ങളെയൊക്കെ വീട്ടിലെ ഒരാളെ പോലെ തന്നെ ആളുകൾ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. ആ ഒരു റെസ്പോൺസ് ഒക്കെ കിട്ടാറുണ്ടോ? പിന്നെ ഇപ്പോൾ ഞാൻ നേരത്തെയൊക്കെ വളരെ പാവം പിടിച്ച വളരെ പോസിറ്റീവായ ക്യാരക്ടേഴ്സാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യുമ്പോൾ ലൈവായിട്ട് നമുക്ക് അറിയാൻ പറ്റും അവരുടെ റെസ്പോൺസ്. സ്നേഹിച്ചവർ തന്നെ നമ്മളെ ചീത്ത പറയുകയും അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക്, പക്ഷെ ക്യാരക്ടർ എന്ന രീതിയിൽ
അതെന്റെ വിജയമാണ്. അതുപോലെ ഓരോ ആർട്ടിസ്റ്റും അവർ ചെയ്യുന്ന വേഷത്തിലെ റെസ്പോൺസ് കറക്റ്റായിട്ട് കിട്ടുമ്പോൾ അത് അവരുടെ വിജയം തന്നെയാണ്. അതെ, ചില സമയത്ത് നമ്മൾ വിചാരിക്കും ചില സീരിയൽ ആർട്ടിസ്റ്റുകൾ, സിനി ആർട്ടിസ്റ്റുകളൊക്കെ അവരൊക്കെ ചിലപ്പോൾ നെഗറ്റീവ് റോൾ മാത്രമായിരിക്കും. കാരണം തുടർച്ചയായിട്ട് ഒരു സീരിയൽ നെഗറ്റീവ് റോൾ, അടുത്ത സീരിയൽ നെഗറ്റീവ് റോൾ, അപ്പൊ അവർക്ക് അങ്ങനെ ഒരു ഫേസ് വരും. പക്ഷെ ധനുഷയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫ്ലെക്സിബിൾ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഒരു പാവം സ്ത്രീ ആയിട്ട് അഭിനയിച്ചു, അതിനുശേഷം വരുമ്പോൾ വില്ലെത്തി ഒരു ക്യാരക്ടറിലേക്ക് വരുന്നു. അതിനെങ്ങനെ കാണുന്നത്? അതാണ് സന്തോഷം. അതാണ് സന്തോഷം. എല്ലാം നമ്മൾ അല്ലാതൊരു പ്രൊഫഷനായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ആ പ്രൊഫഷൻ അതിൽ മാത്രമല്ലേ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റൂ. ഇതിപ്പോ നമുക്ക് പല പല ക്യാരക്ടേഴ്സ്, പല പല രൂപഭാവങ്ങൾ, ഇതൊക്കെ വളരെ സന്തോഷകരമായ കാര്യം തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഈ സീരിയലിനകത്തെ ഇപ്പൊ സീരിയൽ കാണുന്നത് കൊണ്ട് തന്നെ സീരിയലിനുള്ളിലെ കാര്യങ്ങളൊക്കെ അറിയാൻ പ്രേക്ഷകർക്ക് എപ്പോഴും ഭയങ്കര താല്പര്യമായിരിക്കും. അപ്പൊ ഏറ്റവും എപ്പോഴും എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമായിരിക്കും, ഒരുപാട് പേർക്ക് അറിയാത്തതുമായിരിക്കും, ഈ നിങ്ങളുടെ ഈ കോസ്റ്റ്യൂം ഒക്കെ നിങ്ങൾ തന്നെയാണോ വാങ്ങുന്നത്, അല്ലെങ്കിൽ അവര് തരുന്നതാണോ എന്നൊക്കെ. അപ്പൊ അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? നമ്മുടെ കോസ്റ്റ്യൂം ഓൺ കോസ്റ്റ്യൂമാണ്. എല്ലാവരും അവരവരുടെ ആണ്. പിന്നെ കുറെയൊക്കെ വാങ്ങും, കുറെയൊക്കെ റിലേറ്റീവ്സിന്റെ കയ്യിൽ നിന്ന് എടുക്കും. പിന്നെ ആഭരണങ്ങളായാലും കിട്ടുന്ന പേയ്മെന്റിൽ 3/4 ഭാഗവും ഇതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ചെലവഴിക്കുന്നത്. പക്ഷെ ഇത് നമ്മുടെ ഒരു സന്തോഷമാണ്. ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്നതല്ലേ ഇങ്ങനൊരു മേഖലയിൽ എത്തപ്പെടാൻ. നമുക്ക് എത്തപ്പെടാൻ കഴിഞ്ഞല്ലോ, അത് സന്തോഷം. ഓക്കെ, എങ്ങനെയായിരുന്നു ഈ അഭിനയ രംഗത്തേക്ക് വന്നത്? ഇപ്പൊ ഒരുപാട് വർഷങ്ങൾ പിന്നിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? ഇപ്പൊ പുതിയ ഒരുപാട് കുട്ടികൾ വരുന്നുണ്ട് സീരിയൽ രംഗത്തേക്കാണെങ്കിലും ഒക്കെ, സോഷ്യൽ മീഡിയയിൽ നിന്ന് വരുന്നവരുണ്ട്. ധനുഷ എങ്ങനെയായിരുന്നു സീരിയൽ രംഗത്തേക്ക് എത്തിയത്? എനിക്ക് വളരെ കുട്ടിക്കാലം മുതലേ അഭിനയ രംഗത്തോട് വളരെ താല്പര്യമായിരുന്നു. ഞാൻ എഴുതുമായിരുന്നു, നാടകങ്ങൾ എഴുതി സ്കൂളിൽ അഭിനയിക്കുമായിരുന്നു. പക്ഷേ എൻ്റെ അമ്മ ഗവൺമെൻറ് എംപ്ലോയിയാണ്. അപ്പോൾ എൻ്റെ പപ്പ എനിക്ക് ഒരു 2-2.5 വയസ്സുള്ളപ്പോൾ മരിച്ചു. ആക്സിഡൻറ്റിൽ പപ്പ പോലീസിലായിരുന്നു. പിന്നെ ഒരു ബ്രദറാണുള്ളത്. ഞങ്ങൾ തമ്മിൽ 2.5 വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ അമ്മയ്ക്ക് ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കേണ്ടത് കൊണ്ട് ഇതിനൊക്കെ കൊണ്ടു നടക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. ഞാൻ എല്ലാ പ്രോഗ്രാമിനും ചേരും, വൈകിട്ട് അടിയുണ്ട്. പിന്നെ 18 വയസ്സിൽ എൻ്റെ മാരേജ് കഴിഞ്ഞു. അപ്പോൾ എൻ്റെ ജാതകത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു. അന്ന് കല്യാണം കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ 30 വയസ്സിലെന്ന്. അപ്പോൾ അതോടുകൂടി ആ ഒരു അഭിനയമോഹമൊക്കെ ഞാൻ അങ്ങ് ഒതുക്കി വെച്ചു. പിന്നെ മോനായി, അവൻ്റെ കാര്യങ്ങളായി. പിന്നീട് ഞങ്ങൾ ഹസ്ബൻഡ് എയർഫോഴ്സിലായിരുന്നു. പിന്നെ ഞങ്ങൾ നാട്ടിൽ പോസ്റ്റിംഗ് പുള്ളിക്ക് വന്ന സമയത്ത് ഞാൻ ഇതുപോലെ എൻ്റെ ആഗ്രഹം പറഞ്ഞു. അപ്പോൾ മംഗളത്തിൽ എൻ്റെ ഒരു കവർ ഫോട്ടോ വന്നു. അപ്പോൾ അത് വന്നപ്പോൾ പുള്ളി അഭിനയിച്ചോളാൻ പറഞ്ഞു. സ്ക്രീൻ ടച്ച് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലാണ് ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യുന്നത്. അതുവഴി ഒറ്റക്കോലം എന്ന് പറയുന്ന ഒരു ഫിലിമിൽ ഞാൻ തുടക്കം കുറിച്ചു. പിന്നെ ഒരു കല്യാണം, കിണർ, പിന്നെ കേണി, അങ്ങനെ കുറച്ച് മൂവീസൊക്കെ ഞാൻ ചെയ്തു. ആഡ് ഫിലിം ചെയ്തു. കഴിഞ്ഞ വർഷത്തെ മലയാള മനോരമ കലണ്ടർ ആഡ് ഞാൻ ചെയ്തിരുന്നു. ഷോർട്ട് ഫിലിം 2 ഷോർട്ട് ഫിലിം ചെയ്തു, ഒരു നോക്ക്, കാൻഡിഡ്. പിന്നീടാണ് ഞാൻ സീരിയലിലേക്ക് വന്നത്. എല്ലാവരും ഗുരുതുല്യനായിട്ട് പിന്നെ ബഹുമാനിക്കുന്ന KK രാജീവ് സാറിൻ്റെ തോന്നിയാശരങ്ങൾ എന്ന സീരിയലിലൂടെയാണ് ഞാൻ സീരിയൽ രംഗത്തേക്ക് വന്നത്. പിന്നെ തുടർന്ന് ഇങ്ങോട്ട് വന്നു. ഓക്കെ, അപ്പോൾ ഈ സീരിയലിലേക്ക് എത്തിക്കഴിയുമ്പോൾ നമ്മളിപ്പോൾ സിനിമയെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് അടക്കം, അല്ലെങ്കിൽ സ്ത്രീ സുരക്ഷയെ കുറിച്ചൊക്കെ എപ്പോഴും നമ്മൾ സംസാരിക്കും. പ്രത്യേകിച്ച് നമ്മൾ ന്യൂസ് 3യിൽ അതൊക്കെ ഒരുപാട് ചർച്ച ചെയ്തതാണ്. സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഈ ഒരു അരമണിക്കൂർ നമ്മൾ അത് ഒരുപാട് ചർച്ച ചെയ്തതാണ്. സീരിയലിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് താങ്കൾ സീരിയൽ രംഗത്ത് ഇത്രയും കാലമായി പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ സ്ത്രീകൾ സുരക്ഷിതരാണോ? സ്ത്രീകൾ ഏത് മേഖല എടുത്താലും സ്ത്രീകൾ സുരക്ഷിതരാണെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ? നമ്മൾ നോ പറയേണ്ടടുത്ത് നോ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു അബദ്ധം ഉണ്ടാവുകയില്ല. അത് ഏത് രംഗത്തും അങ്ങനെ തന്നെയല്ലേ. എന്നെ സംബന്ധിച്ച് സ്ത്രീകൾ സുരക്ഷിതരാണ്. ഏത് രംഗത്തും അങ്ങനെ തന്നെയല്ലേ. നമ്മൾ നമ്മുടെ രക്ഷ നമ്മൾ സ്വയം നോക്കുക. ഞാൻ അതാണ് ചോദിക്കാൻ വന്നത്. താങ്കൾ പറയുന്നത് നമ്മുടെ രക്ഷ നമ്മുടെ കയ്യിൽ തന്നെയാണ് എന്നുള്ളതാണോ? പലയിടത്തും ഇപ്പം പല സിനിമാ സെറ്റിലൊക്കെ ഗുണ്ട ആ രീതിയിലുള്ള സെറ്റപ്പ് ഉണ്ട് എന്നൊക്കെയുള്ള വലിയ വാർത്തകളൊക്കെ വന്നതിന് ശേഷമാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അടക്കം അല്ലെങ്കിൽ അന്വേഷണം അടക്കം ഒക്കെ വന്നത്. അപ്പൊ സീരിയലിനെ സംബന്ധിച്ച് നമ്മൾ നോ പറയുന്നിടത്ത് അത് അവിടെ അവസാനിക്കുമോ? അങ്ങനെയാണോ പറയുന്നത്? അതെ, നമ്മൾ ആ വർക്ക് വേണ്ടെന്ന് വെക്കണോ? അങ്ങനെ ഒരു നമ്മുടെ ആരെങ്കിലും അങ്ങനെ മോശം ബിഹേവ് ചെയ്യുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അത് വേണ്ടെന്ന് വെക്കുക. നമുക്ക് ദൈവം വിധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കുള്ള ക്യാരക്ടേഴ്സ് നമ്മളെ തേടിയെത്തും. അങ്ങനെ വിശ്വസിക്കും. ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. ധനുഷയ്ക്ക് അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? നല്ല കഥാപാത്രങ്ങൾ വേണ്ടെന്ന് വെക്കേണ്ടി വന്നിട്ടുണ്ടോ? അങ്ങനെ അനുഭവങ്ങളൊന്നും ദൈവം സഹായിച്ച് എനിക്ക് ഉണ്ടായിട്ടില്ല. പിന്നെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായാൽ ഞാൻ നോ പറയും.
തീർച്ചയായിട്ടും. ഓക്കെ, വീണ്ടും സിനിമ സെറ്റിലേക്ക് വരുമ്പോൾ കണ്ടിട്ടുള്ളതൊക്കെ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ സീരിയൽ താരങ്ങളുടെ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സിനിമാ സെറ്റിൽ ഇത് ഏത് ഫാമിലിയാണ് സ്വന്തം ഫാമിലി എന്ന് നമുക്ക് സംശയം തോന്നും. കാരണം കുടുംബം പോലെ തന്നെ ആകും നിങ്ങൾക്ക് അവിടെ സീരിയൽ സെറ്റിലേക്ക് എത്തുമ്പോൾ അല്ലേ. ഒരു കുറെ കാലം നീണ്ടു നിൽക്കുന്ന സീരിയലാണെങ്കിൽ അവിടത്തെക്കാട്ടിൽ കൂടുതൽ വീട്ടിലേക്കാട്ട് ചെലവഴിക്കുന്നത് ചിലപ്പോൾ ഇവർക്കൊപ്പമായിരിക്കും. എങ്ങനെയാണ് ആ സൗഹൃദങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? മാക്സിമം ഞങ്ങൾ കീപ്പ് ചെയ്യാറുണ്ട്. കുറച്ച് സൗഹൃദങ്ങൾ, പിന്നെ കുറച്ച് വേറെ സീരിയൽസ് നമ്മൾ മാറുമ്പോഴത്തേക്ക് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാറില്ല. എങ്കിലും നമ്മുടെ മനസ്സിന്റെ ഒരു കോണിലുണ്ട്. ഒരു വിളിയിൽ ആ ബന്ധം ചിലപ്പോൾ പുതുക്കാറുണ്ട്. എങ്കിലും നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. നമ്മൾ കണ്ടിന്യൂ ചെയ്തു പോകുന്ന ബന്ധങ്ങളും ഉണ്ട്. പത്തരമാറ്റ സെറ്റ് ഭയങ്കര അടിപൊളിയാണ്. എല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്ത് ഒരു ഫാമിലി പോലെ പോവുകയാണ്. എല്ലാ സെറ്റും അങ്ങനെ തന്നെ. ഏറ്റവും കൂടുതൽ കൂട്ടാരുമായിട്ടാണ് സീരിയൽ രംഗത്ത്? സീരിയൽ എങ്ങനെ പത്തരമാറ്റിലാണ് ഞാൻ ചോദിക്കുന്ന മൊത്തത്തിലുള്ളതാണ്. ഇനി വഴക്കിടണ്ടെങ്കിലും ആരാണ് ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്, എല്ലാ കാര്യങ്ങളും പറയുന്ന, അഭിപ്രായങ്ങളൊക്കെ ചോദിക്കുന്ന? ആർട്ടിസ്റ്റുകളിൽ ജലജയായിട്ട് ഞാൻ ജലജയുടെ ക്യാരക്ടർ ചെയ്യുന്ന ആർട്ടിസ്റ്റുമായിട്ട് വളരെ കൂട്ടാണ്. എല്ലാവരുമായിട്ടും നല്ല കൂട്ടാണ്. പിന്നെ നായിക നയനയുടെ അമ്മയുമായിട്ട് ഞാൻ ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ്. ഫാമിലിയായിട്ടും അവരുടെ ഫാമിലിയുമായിട്ടും എല്ലാവരുമായിട്ടും നല്ല ഫ്രണ്ട്ഷിപ്പാണ്. അപ്പൊ അതിൽ എല്ലാവരുമായിട്ടും നല്ല ഫ്രണ്ട്ഷിപ്പാണ്. ജലജയായിട്ട് കുറച്ച് കൂടുതൽ അടുപ്പമുണ്ട്. ശരി. ഈ സീരിയലുകളെ കളിയാക്കിക്കൊണ്ടൊക്കെ ഒരുപാട് സ്കിറ്റുകളും കോമഡികളും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. സീരിയല് ഒന്നുകിൽ കരയുക അല്ലെങ്കിൽ വില്ലത്തിയായിട്ട് വരുന്നു, എന്തിനാണ് ഇത്ര സഹിക്കുന്നതെന്ന് ചോദിക്കുക, ഭയങ്കര സഹനം അങ്ങേയറ്റം ആകുന്ന നായിക, പിന്നെ അമ്മായിയമ്മ മരുമകൾ പോര്, അതൊക്കെ കഴിഞ്ഞില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള കുറെ കളിയാക്കലുകളൊക്കെ വരാറുണ്ടല്ലോ. അതിനോടൊക്കെ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് പോലെ തന്നെ ഒരുപാട് പേര് കാണുന്ന ഷോയാണ്, പക്ഷെ കണ്ടിട്ട് അവർ കുറ്റവും പറയും. പക്ഷേ സമൂഹത്തിൽ ഇതിനേക്കാളും ക്രൂരകൃത്യങ്ങൾ നടക്കുന്നില്ലേ? ഇത് ഒരു കൂട്ടം ആളുകളുടെ വരുമാന മാർഗമാണ്. അത് കുടുംബ പ്രേക്ഷകരെ എൻജോയ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കലാരൂപമാണ്. ഇത് ജീവിതത്തിൽ ഒറ്റപ്പെട്ട ഒരുപാട് അമ്മമാര് ഈ 6:30 തൊട്ട് 10:30 വരെ ഇതിനു വേണ്ടി കാത്തിരിക്കുകയാണ്. അവരുടെ ഏകാന്തത ഒരു പരിധിവരെ മാറ്റാൻ ഇതും ഒരു കാരണമാണ്. ആളുകൾക്ക് മനസ്സിന് സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. എല്ലാ കാര്യങ്ങളിലും നല്ലതും ചീത്തയും ഇല്ലേ? നല്ലതിന് സ്വീകരിക്കുക, തിന്മയെ തള്ളിക്കളയുക. അതിനുള്ള ബുദ്ധി പ്രേക്ഷകർക്കുണ്ടെന്നാണ് എന്റെ വിശ്വാസം. അങ്ങനെയാണെങ്കിൽ നമ്മളെ ചെറിയ കുട്ടികളെയൊക്കെ സീരിയൽ കാണുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ചെറിയ കുട്ടി, നമ്മളിപ്പോ ഒരു ഏജ് വെച്ചിട്ടാണല്ലോ സാധാരണ നമ്മൾ സിനിമ കാണിക്കുന്നത്, 16+, 18+ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ സീരിയൽ ആണെങ്കിൽ നമ്മൾ ഈ കുഞ്ഞുങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ അവർക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ ക്യാരക്ടേഴ്സിനൊക്കെ അറിയായിരിക്കും. നമ്മളെക്കാൾ ചിലപ്പോൾ അറിയാം, കാണുന്ന പോലും ഉണ്ടാവില്ല, പക്ഷെ അറിയായിരിക്കും. അപ്പൊ അവരെ സ്വാധീനിക്കുന്ന ഒന്നാണ് സീരിയൽ. അപ്പൊ അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? സ്വാധീനിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോ എവിടെയെങ്കിലും പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കൊച്ചു കുട്ടികൾ ചിലപ്പോൾ അനാമിക, എന്റെ മോളായിട്ട് ഗ്രീഷ്മയാണ് അഭിനയിക്കുന്നത്. ഞങ്ങളും ഭയങ്കര ക്ലോസ് ആണ്, ഞാൻ വിട്ടുപോയി പറയാൻ. പിന്നെ അപ്പൊ അനാമിക എന്നാണ് എന്റെ ഗ്രീഷ്മയുടെ ക്യാരക്ടർ. എന്റെ മകളാണ് അതില്. അപ്പൊ അനാമികയുടെ അമ്മ രേവതി എന്നൊക്കെ പറഞ്ഞ് കൊച്ചു കുട്ടികൾ വരാറുണ്ട്. അപ്പൊ കുട്ടികളെ സ്വാധീനിക്കുന്നൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടില് ചെറുപ്പം തൊട്ടേ ആ കുട്ടികളെ അത് പറഞ്ഞ് മനസ്സിലാക്കണം. ഇത് സീരിയലാണ്, ഇതൊരു യാഥാർത്ഥ്യമല്ല, ഒരു എന്റർടൈൻമെന്റ് ആണ്. ആ രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ കുട്ടികളെ അത് സ്വാധീനിക്കില്ല എന്നാണ് എന്റെ വിശ്വാസം. എങ്ങനെയാണ് താങ്കൾ ധനിഷ വീട്ടിലിരിക്കുമ്പോൾ എന്തൊക്കെയാണ് എന്റർടൈൻമെന്റ്സ്? അഭിനയിച്ച സീരിയലുകളുടെ ആ സംഭവങ്ങളൊക്കെ എടുത്തൊന്ന് കാണുമോ? സ്വന്തമായിട്ട് വിലയിരുത്തലൊക്കെ ഉണ്ടാവാറുണ്ടോ? ഞാൻ നോക്കാറുണ്ട്. പിന്നെ വീട്ടില് ജോലിയുണ്ട്, ക്ലീനിങ്, അങ്ങനെയൊക്കെ കാര്യങ്ങളുമായിട്ട് ഞാൻ മുമ്പോട്ട് പോകും. പിന്നെ ഞാൻ എല്ലാവരെയും ഒബ്സർവ് ചെയ്യാറുണ്ട്. ഫസ്റ്റ് ഞാൻ സിനിമ ചെയ്തപ്പോൾ അതിലെ രഘു സാർ എന്ന് പറഞ്ഞ ഒരു സാറാണ് എൻ്റെ അസോസിയേറ്റ് ആയിട്ടിരുന്നത്. അപ്പോൾ ആ സാറ് അതുപോലെ എനിക്ക് നല്ല വേഷപ്പകർച്ചയുണ്ടെന്നും ആളുകൾ പറയാറുണ്ട്. അപ്പോൾ രഘു സാർ എൻ്റെ തലയിൽ കൈവച്ചിട്ട്, അന്ന് എനിക്ക് അഭിനയത്തിന്റെ ബാലപാഠങ്ങൾ തുടങ്ങുന്നതേ ഉള്ളൂ, അത്രയ്ക്കൊന്നും അറിയില്ല, കൈവച്ചിട്ട് മോളെ നിനക്ക് നല്ല വേഷപ്പകർച്ചയുണ്ട് എന്ന് വെച്ചാൽ ഞാൻ ക്യാരക്ടർ രൂപത്തിൽ നിന്ന് മാറി എൻ്റെ യഥാർത്ഥ കോസ്റ്റ്യൂമിൽ വന്നപ്പോൾ എൻ്റെ കൂടെ അഭിനയിച്ചവർക്ക് പോലും എന്നെ മനസ്സിലായില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ എന്നെ അനുഗ്രഹിക്കുകയൊക്കെ ചെയ്തു. അതൊക്കെ അങ്ങനെ ഓർക്കാറുണ്ട്. പിന്നെ ന്യൂസ് കാണാറുണ്ട്, പിന്നെ റീൽസ്, അങ്ങനെയൊക്കെ എന്റെ സമയങ്ങൾ. ബിഗ് ബോസ് കാണാറുണ്ടോ? ബിഗ് ബോസ് പിന്നെ എല്ലാ സീസണും കാണാറുണ്ട്. ഇപ്രാവശ്യത്തെ ബിഗ് ബോസിന്റെ പ്രൊഡ്യൂസർ എന്റെ ക്ലോസ് റിലേറ്റീവും കൂടെയാണ്. ഇത്തവണത്തെ ബിഗ് ബോസിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? അവിടെ ആദിലയും നൂറയും ഇങ്ങനെ തകർക്കുകയാണ് ഒരു വശത്ത്, പക്ഷെ മറുവശത്ത് അവരെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം ഇങ്ങനെ നിൽക്കുകയാണ് വാളെടുത്ത്. എന്താണ് അതിനെ കുറിച്ചുള്ള അഭിപ്രായം? ഏത് പക്ഷക്കാരിയാണ്? അല്ല, എനിക്ക് രണ്ട് പക്ഷത്തെ കുറിച്ച് സംസാരിക്കാനുണ്ട്. കാരണം നമുക്ക് എല്ലാ ജീവജാലങ്ങൾക്കും ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള ഒരു അവകാശമുണ്ട്. മനുഷ്യൻ അതിൽ നിന്ന് വിവേക ബുദ്ധി കൊണ്ട് വേറിട്ട് നിൽക്കുന്നു. ഇപ്പൊ ആദില നൂറ
അവര് അറിഞ്ഞുകൊണ്ട് അങ്ങനെ ആയതല്ലല്ലോ. അവരുടെ ഹോർമോൺ ചേഞ്ചസ് കൊണ്ടും അതെല്ലാം ദൈവത്തിന്റെ ഒരു സൃഷ്ടി തന്നെയാണ്. അവർക്കും ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട്. അപ്പോൾ അവര് വളരെ വെൽ എഡ്യൂക്കേറ്റഡ് ആയ കുട്ടികളാണ്, സ്വന്തം കാലിൽ നിൽക്കുന്നവരാണ്. അവരുടെ പാട്ടിൽ വിടും, അവർ ജീവിക്കട്ടെ, നമുക്ക് ദ്രോഹമൊന്നും അവർ ചെയ്യുന്നില്ലല്ലോ. പിന്നെ ലക്ഷ്മി പറഞ്ഞ ഒരു കാര്യം, വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവർ, അത് പറയാനുള്ള ഒരു റൈറ്റും ലക്ഷ്മിക്കില്ല. പക്ഷെ അതിന്റെ വേറൊരു സൈഡും ഉണ്ട്. ലക്ഷ്മിയുടേതായ റൈറ്റ് ഉണ്ട്. ആ കുട്ടിയും വളരെ വെൽ എഡ്യൂക്കേറ്റഡ് ആണ്. പക്ഷെ അങ്ങനെ റൈറ്റ് ഉണ്ടെങ്കിലും ഒരാളെ വേദനിപ്പിക്കുന്ന രീതിയിൽ വ്യക്തിഹത്യ നടത്താൻ അത് പാടില്ല. എന്ന് പറഞ്ഞ് ഒരാളെ ഇഷ്ടമല്ല, ഒരു കമ്മ്യൂണിറ്റിയെ ഇഷ്ടമല്ലെങ്കിൽ അവരെ നമുക്ക് ഇഷ്ടപ്പെടുത്താനും പറ്റില്ല. അത് അവരുടെ ഇഷ്ടമാണ്. അപ്പോ പിന്നെ ഇപ്പൊ ഇങ്ങനെ ഒരു പരാമർശം ഉണ്ടായി. നമ്മുടെ ബഹുമാനപ്പെട്ട ലാലേട്ടൻ വരെ നൂറയുടെയും അതിലയുടെയും സൈഡിൽ നിന്നും അവരെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുമുണ്ട്. അതേപോലെ നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ നമ്മൾ പിന്തുടർന്നു വരുന്ന ഒരു രീതി ഉണ്ടല്ലോ. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വരുമ്പോൾ എനിക്ക് തോന്നുന്നു ധനുഷ രണ്ടിടത്തും ഉണ്ടെന്ന് പ്രീതിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സംസാരമാണ്. അതെ, കാരണം ഹാഷ്ടാഗ് ആദിലേക്ക് നൂറയ്ക്കും ഒപ്പം ആയിരിക്കും അല്ല, അങ്ങനല്ല. ഞാനിത് കാണുന്നതാണ്, ലൈവും കാണാൻ പറ്റുന്നിടത്തോളം ഞാൻ ലൈവ് കാണും, അത് എപ്പിസോഡും കാണുന്നതാണ്. അപ്പോ ഞാൻ മാറി നിന്ന് രണ്ടുപേരുടെ സൈഡിൽ നിന്ന് ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നി. പിന്നെ അതിന്റെ അത് ഭയങ്കര മെന്റൽ പ്രഷർ അല്ലേ. അപ്പം ലക്ഷ്മിക്ക് കൈവിട്ട് പോയതായിരിക്കാം. അല്ല, കൈവിട്ട് പോയതാണെങ്കിൽ ആ സമയത്ത് ശ്രീ മോഹൻലാൽ ചോദിക്കുമ്പോ അങ്ങനെയല്ല, എനിക്കൊരു പറ്റിപ്പോയി, എനിക്ക് ആ സമയത്ത് തോന്നിയാണെന്ന് പറയേണ്ടതിന് പകരം അപ്പോഴും ഞാൻ അതിനെ നോർമലൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണല്ലോ പറഞ്ഞത്. പുള്ളിക്കാരുടെ മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. അപ്പം പരമ്പരാഗതമായിട്ട് നമുക്കൊരു ജീവിതശൈലി ഉണ്ടല്ലോ. അപ്പൊ അതിൽ നിന്ന് മാറി ചിന്തിക്കാനുള്ള ബുദ്ധിമുട്ടായിരിക്കാം. പക്ഷെ അത് ആ കുട്ടിയുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. പക്ഷെ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല ആ പ്രസ്താവന, അത് ലക്ഷ്മി മാപ്പ് പറയേണ്ട കാര്യം തന്നെയാണ്. എല്ലാ ജീവികൾക്കും, എല്ലാ മനുഷ്യർക്കും, എല്ലാവർക്കും നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട്. അപ്പം വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എന്ന് പറഞ്ഞത് എനിക്ക് വ്യക്തിപരമായി ഇഷ്ടപ്പെട്ടിട്ട്. ഈ സെറ്റിൽ പോയിട്ട് ഇതിനെ കുറിച്ചൊക്കെ സംസാരിക്കാറുണ്ടോ എല്ലാവരുമായിട്ട്? ഞങ്ങൾ ആർമികൾ തമ്മിലുള്ള ഏറ്റുമുട്ടലൊക്കെ ഉണ്ട്. ഇപ്പൊ പലയിടത്തും കാണുന്നതാണ് ബിഗ് ബോസ് ആർമികൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ. അത് വളരെ ശക്തമായിട്ട് നടക്കണം. അവിടെ ഉണ്ടോ അത് സീരിയൽ സെറ്റിൽ? ഇല്ല, എല്ലാരും ആരോഗ്യപരമായിട്ട്. പിന്നെ സമയമില്ല നമുക്ക്. പിന്നെ ഷെഡ്യൂള് ഇങ്ങനെ ടേക്കുകൾ ഇങ്ങനെ എടുത്തോണ്ടിരിക്കുകയല്ലേ. അപ്പൊ നമുക്ക് അതിനുള്ള സമയമില്ല. ഡ്രസ്സ് മാറണം, ഒരുങ്ങണം, ആഭരണങ്ങൾ ധരിക്കണം. അതിന്റെ ഇടയ്ക്കൊന്നും നമുക്ക് അതിനുള്ള സമയം കിട്ടാറില്ല. സ്വന്തമായിട്ടാണോ അതോ അവിടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ടോ? ഉണ്ട്, മേക്കപ്പ് മാൻ ഉണ്ട്. പക്ഷെ നമുക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യാം. ഞങ്ങൾ കുറച്ചുപേര് സ്വന്തമായിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ചില ആളുകൾക്കൊക്കെ ഉള്ള സംശയം ഇതൊക്കെയാണ്, സ്വന്തം കോസ്റ്റ്യൂം ആണോ, മേക്കപ്പ് സ്വന്തമായിട്ടാണ് ചെയ്യുന്നത്, ഒറിജിനൽ മുടിയാണോ, അല്ലെ? അങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ ചോദിക്കാറുണ്ട്. ഞങ്ങള് ഇപ്പൊ ഇതിപ്പോ ഒറിജിനൽ ആണ്, എക്സ്റ്റൻഷനും വെക്കാറുണ്ട്, അങ്ങനെ അഭിനയിക്കാറുണ്ട്. നിങ്ങളുടെ ഷെഡ്യൂൾ, ഈ ഓരോ സീരിയലിന്റെ ഷെഡ്യൂളിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു ചിലപ്പോൾ നമ്മൾ കാണുന്നത് ഒരു ചാനലില് ധനുഷയെ ഒരു കഥാപാത്രമായി കണ്ട് വേറൊരു ചാനലിലേക്ക് പോകുമ്പോൾ അവിടെ വേറൊരു കഥാപാത്രമായി അഭിനയിക്കും. അങ്ങനെ എന്തെങ്കിലും റൂൾസോ റെഗുലേഷൻസോ എന്തെങ്കിലും ഉണ്ടോ? ഒരു ചാനലില് ആ സീരിയൽ തീരുന്നിടം വരെ ഒരു വർക്ക് ആ ചാനലിന്റെ വർക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ. വേറെ ചാനലിൽ ചെയ്യാം, പക്ഷെ നമുക്കൊരു ഡേറ്റ് ഉണ്ട്. ഇപ്പം പത്തരമാറ്റിലെ ഡേറ്റ് 15 to 30 ആണ്. അപ്പോൾ അത് ഡേറ്റ്, അപ്പോൾ ഏഷ്യാനെറ്റാണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, വേറെ ഇപ്പം ചെയ്തിട്ടില്ല. ഇനി 1-2 പ്രോജക്റ്റ് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് തരുന്ന ഡേറ്റ് ക്ലാഷ് ആവാതെ വേറെ വർക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു ചാനലിന്റെ ഒരു വർക്ക് ഒരു അറ്റ് എ ടൈം ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോ ഈ നിങ്ങളുടെ സ്ക്രിപ്റ്റ് പലർക്കും ഉള്ളൊരു സംശയമാണ്, ഈ അടുത്ത ഇപ്പം സീരിയൽ കൊണ്ട് നിർത്തുന്നത് വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലായിരിക്കുമല്ലോ. താലി എടുത്ത് ഇങ്ങനെ വെക്കുന്നു, അപ്പൊ കല്യാണം കഴിക്കുമോ ഇല്ലയോ എന്നൊക്കെയുള്ള സംശയം ഉണ്ടാകും. നാളെ നമ്മൾ ആ എപ്പിസോഡ് കണ്ടാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഈ സീരിയലിന്റെ ക്ലൈമാക്സ് അറിയാൻ പറ്റുമോ എപ്പോഴെങ്കിലും? ഇല്ല, നമുക്ക് അവിടെ ചെന്ന് കഴിയുമ്പോൾ സീൻസ് തരും, നമുക്ക് വാട്സപ്പ് ചെയ്ത് തരും. നമ്മളത് പഠിച്ച് മനസ്സിലാക്കിയിട്ടാണ് ക്യാമറയ്ക്ക് മുമ്പിൽ എത്തുന്നത്. അതായത് പത്തരമാറ്റിന്റെ ക്ലൈമാക്സ് താങ്കൾക്ക് അറിയില്ല? ഇല്ല. എന്താവും? റൈറ്റർക്ക് മാത്രമേ ഒരു പിടിയില്ല. ഇപ്പൊ ഞങ്ങള് വളരെ സംഘർഷപരമായ ഒരു അവസ്ഥയിലോട്ട് എത്തിയിരിക്കുകയാണ്. ഞങ്ങള് അനന്തപുരി തറവാട്ടിലെ രണ്ടാമത്തെ മകനാണ് എന്റെ മകൾ അനാമിക എന്ന ക്യാരക്ടർ വിവാഹം ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ കുറച്ച് തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്ന ക്യാരക്ടേഴ്സ് ആണ്. മൊത്തത്തിൽ ദുഷ്ട കഥാപാത്രം. മൊത്തത്തിൽ ഞങ്ങൾക്ക് പൈസ മാത്രം മതി, ഞങ്ങൾക്ക് ആരോട് സ്നേഹമില്ല. അപ്പൊ എല്ലാ കള്ളങ്ങളും പിടിച്ച് അപ്പൊ മൂർത്തിയും ഭാര്യയും ഞങ്ങളെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിരിക്കുകയാണ്. സംഘർഷഭരിതമായ ഒരുപാട് മുഹൂർത്തങ്ങൾ ഇനി ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്നാണ് തോന്നുന്നത്. ഞങ്ങളെ അങ്ങനെ ഇറക്കി വിട്ടാൽ ഞങ്ങളങ്ങനെ വെറും കൈയോട്ട് ഇരിക്കില്ലല്ലോ.
ശരി, എന്തെങ്കിലുമൊക്കെ ഇപ്പൊ ഈ പറയുന്ന തരുന്ന സ്ക്രിപ്റ്റിനപ്പുറത്തേക്ക് ഇംപ്രൊവൈസ് ചെയ്യാനൊക്കെ ശ്രമിക്കാറുണ്ടോ ധനിഷ? അതിനെന്തെങ്കിലും അപ്രിസിയേഷൻ ഒക്കെ കിട്ടിയിട്ടുണ്ടോ? ആ കൊള്ളാം, അത് കൊള്ളായിരുന്നു എന്നൊക്കെ ഏതെങ്കിലും ഡയറക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടോ? ഇടയ്ക്കൊക്കെ പറയാറുണ്ട്. സി കേരളത്തിലൊക്കെ നല്ല അപ്രിസിയേഷൻ കിട്ടുമായിരുന്നു. ഇവിടെയും സാറ് പറയാം, നമുക്ക് ഇടയ്ക്കൊക്കെ കയ്യിൽ നിന്നൊക്കെ ഇട്ട് കഴിഞ്ഞാൽ സമ്മതിക്കാറുണ്ട്. ഷൈജു സുകേഷ് ആണ് ഞങ്ങളുടെ ഡയറക്ടർ. ഫുള്ളായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം പുള്ളി തന്നിട്ടുണ്ട്. ഫുള്ള് കിട്ടില്ല, നമുക്ക് ഇടയ്ക്ക് എന്തെങ്കിലും ഒക്കെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പിന്നെ എല്ലാ ആർട്ടിസ്റ്റിനും അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. രമേഷ് ബാബു സാറാണ് ഞങ്ങളുടെ പ്രൊഡ്യൂസർ. ജോസ് പേരൂർക്കറ കൺട്രോളറാണ് എന്നെ ആ സീരിയലിലേക്ക് വിളിച്ചത്. ഓക്കെ, വീട്ടിലെ കുടുംബത്തിലെ ഏറ്റവും വിമർശിക്കുന്നത് ആരാണ്? ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ആരാണ്? വിമർശിക്കുന്ന ഹസ്ബൻഡും മോനും വിമർശിക്കാറുണ്ട്. സപ്പോർട്ട് ചെയ്യുന്ന മരുമകളാണ്. എന്റെ മോന്റെ വിവാഹം കഴിഞ്ഞു. ഞെട്ടിയോ? പ്രേക്ഷകർക്ക് അറിയോന്ന് അറിയില്ല, ഞാൻ ഞെട്ടി. കഴിഞ്ഞ ഡിസംബറിലായിരുന്നു. മരുമകൾ നല്ല സപ്പോർട്ടാണ്. അത്രയും വലിയ മകനുണ്ട് ധനുഷയ്ക്ക്. 18 ഇയേഴ്സിലായിരുന്നു എന്റെ മാരേജ്. ബാക്കി ഊഹിച്ചു. ശരി ശരി. അപ്പൊ മരുമകളാണ് സപ്പോർട്ട് ചെയ്യുന്നത്? മരുമകൾ എല്ലാത്തിനും സപ്പോർട്ടാണ്. ഞാൻ റീൽസ് ഒക്കെ ചെയ്യുമ്പോ വീഡിയോ എടുത്തു തരും. അമ്മ അങ്ങനെ ചെയ്യണം, എനിക്ക് കുറെ എന്താ പറയുന്ന ഉപദേശങ്ങളൊക്കെ തരാറുണ്ട്. ഇപ്പൊ ഇങ്ങോട്ട് വന്നപ്പോഴും ഉപദേശമൊക്കെ എന്തായിരുന്നു ആ ഉപദേശം? അമ്മ ഒരുപാട് സ്പീഡിൽ സംസാരിക്കരുത്, ഡൗൺ ടു എർത്ത് ആയിട്ട് സംസാരിക്കണം, ഡൗൺ ടു എർത്ത് ആയിരിക്കണം എന്ന് പറഞ്ഞ. അതെ അതെ. അപ്പൊ സാധാരണ സീരിയലിൽ അമ്മായിമ്മ മരുമോള് ഭയങ്കര ക്ലാഷ് ആണ്, നിങ്ങളുടെ അവിടെ ഭയങ്കര സ്നേഹമാണോ? നമ്മള് സ്നേഹമാണ്. കാരണം എന്താ വെച്ചാൽ ഞാനും മോനും തമ്മിൽ ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ്. എന്ത് കാര്യം, ലോകത്തിലുള്ള എന്ത് കാര്യം ഞങ്ങൾ സംസാരിക്കും. മോനാണെങ്കിൽ അമ്മ എന്ന് വിളിക്കുന്നതിനേക്കാൾ എടി പെണ്ണെ അങ്ങനെയൊക്കെയാണ് വിളിക്കുന്നത്. അപ്പൊ എനിക്കത് അങ്ങനെ അതെനിക്ക് വിഷമമായിട്ടൊന്നും ഫീൽ ചെയ്യത്തില്ല, ഞാനത് എൻജോയ് ചെയ്യുകയാണ്. അപ്പൊ അതുപോലെ തന്നെ മരുമകൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ എല്ലാരും കൂടെ. ഹസ്ബൻഡ് കുറച്ച് ഗൗരവക്കാരനാണ്. ആണോ? ഓ ശരി. ബുദ്ധിജീവി ടൈപ്പാണ്. സോഷ്യൽ മീഡിയ ഇഷ്ടമാണ്. ഇപ്പൊ ഒരുപാട് റീൽസ് ഒക്കെ ചെയ്യുന്നുണ്ടോ? റീൽസ് ഒക്കെ ചെയ്യാറുണ്ട്. ആരൊക്കെ ആയിട്ടാണ്? വീട്ടിലാണോ അതോ സീരിയലിൽ ചെല്ലുമ്പോഴത്തേക്ക് ഇപ്പൊ കുറവാണ്. ഞാൻ സീ കേരളം ചെയ്തപ്പോ എന്റെ മോനായിട്ട് അഭിനയിച്ചിരുന്ന കുട്ടിയായിട്ട് റീൽസ് ചെയ്യുമായിരുന്നു. ഏറ്റവും അതെ പെട്ടെന്ന് ചോദിച്ചാൽ ഏറ്റവും മറക്കാനാകാത്ത ഒരു നിമിഷം സീരിയലിൽ അഭിനയിച്ചതിന് ശേഷം ജീവിതത്തിൽ കിട്ടിയ ഒരു നിമിഷം പെട്ടെന്നൊന്ന് പറയാമോ? പ്രേക്ഷകർ എന്നെ തിരിച്ചറിയുന്നതാണ്. എന്റെ ഹസ്ബൻഡ് ഒരിക്കലും എന്നെ ഫസ്റ്റ് തുടക്ക സമയത്തില് ഇവളെന്ത് ഇന്നും ആകാൻ പോകുന്നില്ല, ഇച്ചിരി അഭിനയിച്ചിട്ട് അവൾക്ക് ആശ തീർന്നെങ്കിൽ തിരിച്ചു വരും എന്നുള്ള ഇതായിരുന്നു. അപ്പൊ പുള്ളി എപ്പോഴും പറയുന്ന പ്രൂവ് ചെയ്യുന്നതായിരുന്നു. അപ്പൊ ഞാനിപ്പോ ദൈവത്തിന്റെ സഹായം കൊണ്ട് ഒരുപാടങ്ങ് ഉയരത്തിലും എത്തിയില്ല, ആളുകൾ അറിയുന്ന പരുവത്തിലെത്തിയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ പുള്ളി എന്നെ അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പുറത്തെത്തുമ്പോൾ ലുലുവിലോ എവിടെയെങ്കിലും ഒക്കെ വെച്ച് ആളുകൾ കൂടി വന്ന് എന്റെ കൂടെ നിന്ന് ഫോട്ടോസ് എടുക്കുക ഒക്കെ ചെയ്യുമ്പോ പുള്ളി അത് ആസ്വദിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒന്ന് നോക്കാറുണ്ടോ? പുള്ളി അത് എൻജോയ് ചെയ്യുന്നുണ്ട് വന്നിട്ട്. ശരി ശരി ശരി. അപ്പൊ എന്തായാലും സന്തോഷം ധനിഷ. ഒരുപാട് മുന്നോട്ട് പോകാൻ കഴിയട്ടെ. നല്ല നല്ല സിനിമകൾ, നല്ല നല്ല കഥാപാത്രങ്ങൾ ധനിഷയെ തേടിയെത്തട്ടെ. താങ്ക് യു സോ മച്ച് ഞങ്ങൾക്ക് അതിഥിയായി എത്തിയത്. ന്യൂസ് 3 പൂർണ്ണമാകുന്നു. നമസ്കാരം.